കാക്കനാടുകാരനാണ്. വീഡിയോയുടെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ഞങ്ങളുടെ 2ാമത്തെ സന്ദർശന സ്ഥലത്തേക്കാണ് പോകുന്നത്. അശരണരുടെയും അവലംബരുടെയും ആശാ കേന്ദ്രമായ ഹസ്രത്ത് കുത്തുബുദ്ദീൻ ബക്തിയാർ അലവി തങ്ങളുടെ മക്കാമിലേക്കാണ് നമ്മളുടെ യാത്ര. നമ്മുടെ യാത്രയുടെ കേന്ദ്രബിന്ദുവായ മഹാനായ ഹാജാ മൊയ്നുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങളുടെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ ഉസ്താദ് കൂടിയാണ് മഹാനവർ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ് കുത്തുബുദ്ദീൻ ബക്തിയാർ തങ്ങൾ. കാലിസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ച് ഇബാദത്തിലായി കഴിയാനും ആബാലവൃദ്ധം ജനങ്ങൾക്ക് സേവനം ചെയ്യാനുമാണ് തുനിഞ്ഞത്. അജ്മീർ തങ്ങൾ സ്വന്തം മകൻ ഗുരുവായി തിരഞ്ഞെടുത്തതും ഇവരെയാണ്. കിട്ടിയ സൗകര്യത്തിൽ പ്രഭാത ഭക്ഷണമെല്ലാം കഴിച്ച് മഹാനവറുകളോട് സലാം ചൊല്ലി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. അടുത്ത ലക്ഷ്യം കുത്തബ് മീനാർ സന്ദർശിക്കലാണ്. ഡൽഹി ഉണർന്നു വരുന്നതേയുള്ളൂ. പകര ഉസ്താദ് എഴുതിയ അജ്മീർ ഹാജയുടെ മൗലിദ് അവിടെ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു. ഷാഹുൽ ഹമീദ് ഉസ്താദിനെ കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഞങ്ങൾ കുത്തബ് മീനാറിലേക്ക് എത്തുമ്പോൾ തന്നെ ഫാദിലി ഉസ്താദ് ഞങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എല്ലാം എടുത്ത് സെറ്റായി നിൽപ്പുണ്ടായിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരമേറിയ മീനാറാണ് കുത്തുബ് മീനാർ. ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തുബ് മീനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 399 പടികളുള്ള മഹാവിസ്മയം തന്നെയാണിത്. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കായിരുന്നു ഈ മിനാരത്തിന്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. കുത്തുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകൾ ഒഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മൺകല്ലിന്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക്ക് വെണ്ണക്കല്ല് കൊണ്ടാണ് തീർത്തിട്ടുള്ളത്. കുത്തുബ് മീനാറിനോട് ചേർന്ന് തന്നെയാണ് കൂവത്തുൽ ഇസ്ലാം മദ്രസയും സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലങ്ങളിൽ ഈ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ആളുകളെയാണ് ഓരോ നാടുകളിലും ഖാലിമാരായി നിയമിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പണ്ട് കുത്തുബ് മീനാറിനകത്ത് പ്രവേശനാനുമതി കൊടുത്തിരുന്നു. 1980 വൈദ്യുതി തകരാറ് മൂലം 25ഓളം കുട്ടികൾ മീനാറിനുള്ളിൽ മരണപ്പെട്ടു. അതുകൂടാതെ പലരും മിനാറിന് മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം കാരണമാണ് അതിനകത്തേക്കുള്ള പ്രവേശനാനുമതി നിഷേധിച്ചത്. ഇന്ത്യയിലെ ഇസ്ലാമിക വസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഈ കൂട്ടത്തിൽ അലാവുദ്ദീൻ ഖിൽജി പണിത ഒരു പണി തീരാത്ത ഗോപുരവുമുണ്ട്. ഇതിനകത്തുള്ള കൂവത്തുൽ ഇസ്ലാം മദ്രസ പുനർനിർമ്മിച്ചപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടി വലുപ്പത്തിലായിരുന്നു. ഇതിനാനുപാതികമായി കുത്തുബ് മീനാറിന്റെ ഇരട്ടി ഉയരത്തിൽ ഒരു മീനാർ പണിയാനാണ് ഖിൽജി ഉദ്ദേശിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഇതിന്റെ 1ാം നിലയുടെ പണി പോലും പൂർത്തിയാക്കാനായില്ല. ചരിത്രങ്ങളും ചരിത്ര നിർമ്മിതികളും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇനി എത്ര നാൾ പ്രവേശനാനുമതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അവിടെയെല്ലാം നടന്ന് ഫോട്ടോ എടുത്തും ഫോട്ടോ എടുത്തു കൊടുത്തും ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.